ഞാനിപ്പോൾ ഒരു മിഠായി ഉണ്ടാക്കാൻ പോകുന്നു. പിള്ളേർക്കൊക്കെ വെക്കേഷനല്ലേ, അത് കാരണം ഒരു മിഠായി ഉണ്ടാക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതിനെന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പാല്, അതേ അളവിൽ തന്നെ നമുക്ക് 2 ഗ്ലാസ് തൈര്, അതേ അളവിൽ 2 ഗ്ലാസ് പഞ്ചസാര, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യണം. അത് നമ്മൾ ഇതിങ്ങനെ ഇളക്കി വരുന്നതിനനുസരിച്ച് നമുക്ക് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അതൊരു ബ്രൗൺ നിറമാകും. ഇതിപ്പോൾ 2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് തൈരും രണ്ടാമത്തെ ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിൽ ഞാനിപ്പോൾ ചേർത്തിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി അതിനൊരു ബ്രൗൺ കളർ വരണ വരെ നമ്മൾ ഇളക്കണം. അത് ഇതിൽ നിന്ന് വിട്ട് വരണം. അതുവരെ നമ്മളിതിൽ ഇളക്കി നെയ്യ് ഇടയ്ക്ക് ചേർത്തിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, പാല് ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് അതിനെ നന്നായി കുറുക്കി ബ്രൗൺ നിറമാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ ആ മിഠായി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നന്നായി ഇളക്കി നല്ല ബ്രൗൺ നിറമാവണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കാണിച്ചു തരാം. ഇടയ്ക്ക് നെയ്യ് നമ്മൾ ഒഴിക്കണം. ആവണോളൂ. ഇത് ഇപ്പം തിളച്ച് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഇത്ര നേരത്തിൽ നെയ്യ് ഒഴിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കുറച്ച് നെയ്യ് ഇതിൽ ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് കുറച്ച് നല്ലപോലെ വറ്റി ഇതാവുമ്പോൾ കുറച്ച് നമുക്ക് നെയ്യ് കുറച്ചും കൂടി ഒഴിക്കാം. ഇപ്പം ഇത്ര മതി. ഇനി കുറച്ച് വറ്റട്ടെ. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചു. ഇനി ഇത് ഇത്തിരിയും കൂടി നെയ്യ് ഒഴിക്കാൻ പോവാണ്. നന്നായി കുറുകി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നല്ല ബ്രൗണായിട്ട് വരും, നല്ല ബ്രൗൺ നിറായിട്ട് വരും. അപ്പോഴേ നമുക്കതിനെ വിട്ടു പോരുന്ന തരാവുമ്പോഴേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഇതിനൊന്നും ചിലവില്ല. ഇത്തിരി നെയ്യ്, പഞ്ചസാര, പാല്, തൈര്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേരുന്നുള്ളൂ. അപ്പോൾ ഇതിലാണ് നമ്മളുണ്ടാക്കിയ മിഠായി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നെയ്യ് ഈ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് പാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഇതോടുകൂടി നെയ്യ് ഒഴിക്കൽ കഴിഞ്ഞു കേട്ടോ. മതി, ഇത്രയേ വേണ്ടൂ. ഇനി ഇത് ഒന്നും കൂടി ശരിയായാൽ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനെ ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി അതിലിരുന്ന് അത് ജോയിൻ്റായിട്ട് വരട്ടെ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പണിയുള്ള. നമുക്ക് ചൂടാറുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഞങ്ങളുടെ ചെറിയ പേരക്കുട്ടി ഇത് റെഡി ആയിട്ടിരിക്കുകയാണ് ടേസ്റ്റ് അറിയാൻ. ഇപ്പോൾ നമ്മൾ മിഠായി ഉണ്ടാക്കി ഞാനതൊരു പാത്രത്തിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുണ്ടാക്കിയ മിഠായി. ഇത് നല്ല ചൗലായി മിഠായി പോലെ ഇരിക്കും. ഇതിനെ മുറിച്ച് ഞാൻ ചെറിയ പേരക്കുട്ടിക്ക് ആദ്യത്തിൽ കൊടുക്കാം. അവൾ അതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അവൾ പറയും. അവൾ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവൾ അതിൻ്റെ വിശേഷം എന്താണെന്ന് അവൾ പറയും. ഞാൻ ചെറിയ കുട്ടിക്ക് കൊടുക്കുകയാണ്. അവൾ അത് തിന്ന് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ആ കുട്ടി പറയും. മമ്മി ഉണ്ടാക്കിയ മിഠായി സൂപ്പർ.
സൂപ്പർ. പല്ലിടാത്ത കാരണം ഞാൻ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെയും ഉണ്ടാക്കുക. ബൈ.